ലാലേട്ടനോട് കാട്ടിൽ കുറേ നടക്കാൻ പറ്റുന്നുള്ളതാണ് ഭയങ്കരമായ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. കാരണം ആ സമയത്ത് നമുക്ക് ഈ കുറേ നാളിന് ശേഷമായിരിക്കും ഒരു പക്ഷേ കാട്ടിനുള്ളിൽ പടങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ. ഏതാണ്ട് 1.5 മണിക്കൂറോളം അകത്ത് പോകാനുണ്ട് കോതമംഗലത്തു നിന്ന്. അപ്പോൾ അവിടെ അങ്ങനെ ആരും വരാനില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പപ്പേട്ടൻ്റെ പടമാണ്, മനോജേട്ടനാണ് ക്യാമറ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടെ അങ്ങ് നടക്കുകയാണ്. എന്നിട്ട് അവിടെ ഒരു നല്ല മരം കണ്ടു, അല്ലെങ്കിൽ നല്ലൊരു സ്ഥലം കണ്ടു, അപ്പോൾ അവർ പാസിങ് എടുക്കണം, അങ്ങനെ എടുത്ത് പോകണം അവിടെ. അപ്പോൾ അങ്ങനെ എടുത്ത് പോകുന്ന സമയത്ത് പെട്ടെന്ന് എല്ലാവരും നടക്കുകയാണ്, കാരണം വണ്ടികളില്ല. അപ്പോൾ ലാലേട്ടൻ എപ്പോഴും നടക്കുന്ന സമയത്ത് ഒരു അവിടെ നിന്നൊരു കമ്പൊടിച്ച് കയ്യിൽ വെക്കും. എന്നിട്ട് അത് ഇങ്ങനെ കുത്തിയിട്ടാണ്, കാരണം നമുക്കറിയില്ല എവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ അങ്ങനെ കുത്തി ഫ്രണ്ടിലുണ്ടാവും, ഫ്രണ്ടിൽ തമാശയൊക്കെ പറഞ്ഞ് ഒരു ദിവസം പെട്ടെന്ന് പറഞ്ഞു, അയ്യോ ആരും അനങ്ങല്ലെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു കയ്യിൽ, എല്ലാവരുടെയും കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, വെള്ളമുണ്ട്, കുറച്ച് ആൾക്കാരുടെ കയ്യിൽ ക്രെയിൻ്റെ കാര്യങ്ങൾ, അതുപോലെ ക്രെയിൻ്റെ വെയിറ്റ്, ക്യാമറയുടെ കാര്യങ്ങൾ എല്ലാവരും കയ്യിലെടുത്തിട്ട് വരുന്നത്, കാരണം വണ്ടിയിൽ പോകാൻ പറ്റില്ല. ലാലേട്ടൻ ഇങ്ങനെ ഫ്രണ്ടിൽ, ലാലേട്ടൻ്റെ കയ്യിൽ എന്തോ സാധനമുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം പറഞ്ഞു, ആരും വേണ്ടല്ലേ നിൽക്കാൻ പറഞ്ഞു. എല്ലാവരും അവിടെ നിന്നു. ആനയാണെന്ന് തോന്നുന്നു പറഞ്ഞു. അവിടെ എല്ലാവരും നിൽക്കുക ഇങ്ങനെ, അല്ലാന്ന്. അങ്ങനെ അടുത്ത സെക്കൻഡ് പറഞ്ഞു, അല്ലാന്ന് തോന്നുന്നു. ലാലേട്ടൻ നടന്ന് എല്ലാവരും കൂടെ ഒരു നിപ്പ് നിന്നിട്ടേ ബാക്കില് എങ്ങോട്ടോടും എങ്ങനെ ഓടും. കാരണം അതിന് 2 ദിവസം മുമ്പ് ഇതുപോലെ ഭക്ഷണം കൊണ്ട് ഉച്ചയ്ക്ക് വന്ന ജീപ്പ് തിരിച്ചു പോയ സമയത്ത് ആന വരികയും ബാക്കിൽ നിന്ന് കുറെ ഇതൊക്കെ പോകുക. അപ്പൊ ഇത് എക്സ്പീരിയൻസ് നമ്മുടെ ഇരിക്കുന്നത് 2 ദിവസം ആയപ്പോഴാണ് ഈ സംഭവം.